അപ്പോൾ ഇന്നത്തെ തോരൻ നമുക്ക് മുരിങ്ങയില ആയാലോ. ഞാൻ പോയി കുറച്ച് മുരിങ്ങയിലയൊക്കെ ഒടിച്ചുകൊണ്ട് വന്നെല്ലാം പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി വാരിയെടുത്ത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എങ്കിലേ ഇതിനകത്ത് നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ അരപ്പ് എല്ലാ ഇലയിലും ഒന്ന് പിടിക്കത്തുള്ളൂ. നമുക്ക് തോരന് വേണ്ടി ഫ്രഷ് തേങ്ങ ഞാൻ ഒരു മുറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിങ്ങിക്കൊണ്ടുവരാം. മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടിയുള്ള അരപ്പിന് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഒരെണ്ണം ആകാം, പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം. അപ്പോൾ ഇതെത്രയും കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് ചതച്ചു കൊണ്ടുവരാം. മുരിങ്ങയില ഞാനൊന്ന് കഴുകി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അരപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇല തോരൻ വെക്കുമ്പോൾ ഏതിലയാലും ഉപ്പ് വളരെ കുറച്ചേ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഞവടി മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരട്ടെ. അരപ്പൊക്കെ നല്ലതുപോലെ പുരട്ടി വെച്ച് ചേർത്തുപ്പ് വളരെ കറക്റ്റാണ്, ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ. 15 മിനിറ്റിന് ശേഷം നമുക്ക് തോരനാക്കി എടുക്കാം. അപ്പം നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിട്ട് ഒരു 15 മിനിറ്റായി. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. അപ്പോൾ അരപ്പ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നമ്മുടെ തോരൻ റെഡിയാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ എണ്ണ മതി. അപ്പോൾ വെളിച്ചെണ്ണ ആയാലും സൺഫ്ലവർ ഓയിൽ ആയാലും ഏതായാലും മതി. ഒഴിച്ചു കൊടുത്ത എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായാലും മതി. ഉള്ളി ഈ പരുവത്തിലൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. തോരനൊരു ടേസ്റ്റ് കൂടുതലാവാൻ വേണ്ടി ഞാൻ ഒരു 2 പിടി തുമര എടുത്ത് കുതിർത്ത് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോരൻ കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഒതുക്കി വെച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കണം. മുരിങ്ങയിലയ്ക്ക് നല്ല വേവുള്ളതാണ്. അടച്ച് വെച്ചിട്ട് 5 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ല സൂപ്പർ തോരനാണ്. എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? ഞാൻ മുരിങ്ങയില തോരൻ ഇങ്ങനെയും വെക്കും, അല്ലാതെ മെഴുക്കുവരട്ടി പോലെയും വെക്കും, തേങ്ങ ചേർക്കാതെ. അപ്പോൾ ഒരു 5 മിനിറ്റോടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ തോരൻ റെഡി. സൂപ്പർ തോരനാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇന്നത്തെ ഉച്ചക്കൽ തൂണിന് മുരിങ്ങയില തോരൻ.